നമസ്കാരം. ഒരു രാഷ്ട്രീയ സാഹചര്യം വീണ് കിട്ടിയ സമയത്ത് കുബുദ്ധിയോടുകൂടി ഇവിടെ വലിയ തരത്തിൽ വർഗീയ പ്രചാരണത്തിന്റെ ഉസ്താദായി മാറിയ പിണറായി വിജയന് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അതുപോലെ തന്നെ DK ശിവകുമാറും. നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്താൽ മതി, അറിയാത്ത കാര്യത്തിൽ അഭിപ്രായം പറയാൻ വരരുത്, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോളൂ, ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് എന്ന് കൃത്യമായി DK ശിവകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ വലിയ വിധത്തിൽ SDPIയും അതുപോലെ തന്നെ CPM ഉയർത്തുന്ന വിവാദം അല്ലെങ്കിൽ വാദം എന്ന് പറയുന്നത് കർണാടകയിലെ മുസ്ലിങ്ങളെ ആ ഒരു പ്രദേശത്ത്, അതായത് ഒരു കോറി പ്രദേശത്തുള്ള ഫക്കീർ കോളനി എന്നൊക്കെ അറിയപ്പെടുന്ന ആ പ്രദേശത്തുള്ള ഒരു മുസ്ലിം വിഭാഗത്തെ ഒന്നാകെ പുറത്താക്കിക്കൊണ്ട് കർണാടകയിലെ ഗവൺമെന്റ് ഫാസിസം കാണിച്ചിരിക്കുന്നു എന്ന സ്ഥിരം ഡയലോഗ് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഉത്തരേന്ത്യയിലൊക്കെ എന്തെങ്കിലും തരത്തിലൊരു നടപടി എടുക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ പറയാതെ അത് എന്തുകൊണ്ട് എടുത്തു എന്ന് പറയാതെ അരമുറി വാർത്തകൾ തെറ്റായി കൊടുത്ത് ഇവിടത്തെ മുസ്ലിം ജനവിഭാഗത്തെ എന്നും ഭീതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് CPM എന്ന് പറയുന്നത്. അതിന് ചുവട് പിടിക്കാൻ വേണ്ടി കൃത്യമായി കേരളത്തിൽ ചില മാധ്യമങ്ങളുമുണ്ട്. കേരളത്തിലെ ചില സാറ്റലൈറ്റ് മാധ്യമങ്ങൾ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഇതെന്തോ സത്യമാണ്, ഇത് ഇവരല്ലേ പറയുന്നത് എന്നൊക്കെ കരുതി ആളുകൾ സത്യമാണ് എന്ന് കരുതി വിശ്വസിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ UPയിൽ ഉത്തർപ്രദേശിലൊക്കെ വളരെ കൃത്യമായി നടപടിയെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ കുടിയേറ്റം എന്ന് പറയുന്നത് സർക്കാർ ഭൂമിയിൽ അനധികൃതമായി കുടിയേറി അവിടെ തോന്നിവാസം കാണിക്കുന്ന ആളുകളോട് മര്യാദയുടെ ഭാഷയിൽ മറുപടി പറയുമ്പോൾ അതൊന്നും നോക്കാതെ, അതിനൊന്നും വില കൊടുക്കാതെ കൃത്യമായി നടപടിയെടുക്കാൻ അവിടുത്തെ യോഗ്യ സർക്കാരും അതുപോലത്തെ സർക്കാരുകളും ഒക്കെ നിൽക്കുമ്പോൾ അതിനെതിരെ വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്ന ആളുകളാണ് ഇവിടുത്തെ CPMഉം SDPIയും ഉൾപ്പെടെയുള്ള ആളുകൾ. അതിന് കോൺഗ്രസും ഒരു ഭാഗവാക്കാണ് എന്ന് കൃത്യമായി പറയേണ്ടി വരും. അത് കൃത്യമായി കോൺഗ്രസിനെ തിരിച്ചടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. അതായത് അവർ നിരന്തരം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മം താൻ തന്നെ അനുഭവിക്കണം എന്ന് പറയുന്ന ആ ചൊല്ല് കോൺഗ്രസിന്റെ കാര്യത്തിൽ സത്യമായി വന്നിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഉത്തരേന്ത്യയിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുകയാണ് എന്ന വ്യാജേന ഇവിടെ കള്ളവാർത്തകൾ പരത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസിന് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒടുവിൽ CPM തന്നെ പാര പണിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ കർണാടകയിൽ എന്താണ് സംഭവിച്ചത്? കർണാടകയിൽ സംഭവിച്ചത്, അവിടെ ഒരു വലിയ ക്വാറി അവിടുത്തെ സർക്കാർ ഏറ്റെടുത്തു. സർക്കാർ ഏറ്റെടുത്തത് ഈ ബാംഗ്ലൂർ നഗരവുമായി ബന്ധപ്പെട്ട് വലിയ വേസ്റ്റിന്റെ പ്രശ്നമുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ പ്രശ്നത്തിലാണ്, അവിടുത്തെ കോർപ്പറേഷൻ വലിയ പ്രശ്നത്തിലാണ്, അവിടെയുള്ള ജനങ്ങൾ വലിയ വിഷയത്തിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ഈ പറയുന്നത് പോലെ CPMന് ഭരണം പോകാൻ പോലും കാരണമെന്ന് പറയുന്നത് അവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റിൽ CPMന് വന്നിട്ടുള്ള, അവിടുത്തെ ഭരണസമിതിക്ക് വന്നിട്ടുള്ള വലിയ ഈ ബുദ്ധിമുട്ടുകളും അവരുടെ നിരുത്തരവാദപരമായിട്ടുള്ള കാര്യങ്ങളും തന്നെയാണ്. അല്ലെങ്കിൽ അതിൽ അവർ പരാജയമായിരുന്നു ആ വേസ്റ്റ് മാനേജ്മെന്റിൽ എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഇരിക്കെ അങ്ങനെയുള്ള ഒരു കാര്യം പോലും മറന്നുകൊണ്ടാണ് CPM ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇതൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ കർണാടകയിലെ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കർണാടക ഗവൺമെന്റ് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. ആ പ്ലാനിന് വേണ്ടി അവിടെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു കോറി ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഈ ബാംഗ്ലൂർ നഗരത്തിൽ ഒന്നാകെയുള്ള വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായി നടപ്പിലാക്കാനും വേസ്റ്റ് സംസ്കരിക്കാനും ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് അവിടെ രൂപീകരിക്കാൻ വേണ്ടി സർക്കാർ ആലോചിച്ചു. അതിനുവേണ്ടിയാണ് ഈ ക്വാറി ഏറ്റെടുത്തത്. ആ ക്വാറി ഏറ്റെടുത്ത് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ നടന്നത് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്. അവിടെ കുറെ അധികം ആളുകൾ ആ സ്ഥലത്തേക്ക് ഇടിച്ചു കയറുകയും ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൽ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മറ്റു പല വിഭാഗങ്ങളുമുണ്ട്. അവിടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആൾക്കാരുണ്ട്, മറ്റു പുറത്തു നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ഈ ബംഗ്ലാദേശിൽ നിന്ന് വരെ വന്നിട്ടുള്ള പല ആളുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ അവർ അവിടെ എന്ത് ചെയ്തു, അവിടെ ഈ ഫക്കീർ കോളനി അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള പേരുകളൊക്കെ ഇട്ടുകൊണ്ട് അവിടെ അവർ ഒരു സ്വന്തം ആയിട്ട് അവരുടെ ഒരു ഗ്രാമം പോലെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ സർക്കാരിന് ഈ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും അത് നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥ വരുന്നു. അവിടെ മതസംഘടനകളൊക്കെ ഇടപെട്ടത് കൊണ്ട് മാറി മാറി വന്ന സർക്കാരുകൾക്ക് അവിടെ നിന്ന് അവരെ ഒഴിപ്പിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ വന്നു. പക്ഷേ ഈ മാലിന്യത്തിന്റെ പ്രശ്നം വലിയ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ ഈ ഒരു കോറി ഏറ്റെടുത്ത് അവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് സർക്കാർ തീരുമാനിക്കുകയും അതിനായി അവരോട് ചർച്ച നടത്തുകയും ചെയ്തു. ഒന്നല്ല രണ്ടല്ല 10ലേറെ തവണയാണ് അവിടെ ഇവരോട് ചർച്ച നടത്തിയത്. ആ ചർച്ച നടത്തുകയും അതിനുശേഷം ഇവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല, തങ്ങളോട് കുറെ ആളുകൾ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സർക്കാർ പറഞ്ഞു അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം, നിങ്ങൾക്ക് കൃത്യമായി പുനരധിവാസം ഉറപ്പാക്കാം, നിങ്ങൾക്ക് വീടുകളാണോ ഫ്ലാറ്റുകളാണോ മറ്റു ഭൂമിയാണോ വേണ്ടത് എന്ന് പറയൂ, അത് ഞങ്ങൾ തരാം, നിങ്ങളെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും അവിടെ ചില മതസംഘടനകളുടെ ചില SDPI ഉൾപ്പെടെയുള്ള ചില ആളുകളുടെ പിടിവാശി മൂലം അങ്ങനെയല്ല എന്ന് കൃത്യമായി പറയുകയും അവരതിനെ സമ്മതിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. തങ്ങൾക്ക് ഇവിടെ തന്നെ
നിൽക്കണം, ഇതാണ് തങ്ങളുടെ സ്ഥലം എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പൊ സർക്കാർ പറഞ്ഞു അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി പറയുകയും, പക്ഷെ അതിനവർ കൂട്ടുനിൽക്കാതെ അവർ അനുസരിക്കാതെ വന്ന സമയത്താണ് സർക്കാർ കൃത്യമായി നടപടിയെടുത്തത്. അവിടെ മുൻകൂറായി ഇവരോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല, മുൻകൂർ നോട്ടീസ് കൊടുത്തിരുന്നില്ല എന്നൊക്കെയാണ് റഹീമും അതുപോലെ തന്നെ ജലീലും ഒക്കെ അവിടെ പോയി പറഞ്ഞത്. അതൊക്കെ നുണയാണ്, പച്ച നുണയാണ്. അവിടെ കൃത്യമായി നോട്ടീസ് കൊടുത്തിരുന്നു. പക്ഷെ അവർ ഒഴിഞ്ഞു പോകാൻ കൂട്ടാക്കാതിരുന്ന സമയത്ത്, അവർ ഈ പുനരധിവാസ പ്രവർത്തനവുമായി സഹകരിക്കാതിരുന്ന സമയത്താണ് സർക്കാരിന് ഇത്തരത്തിൽ നടപടി എടുക്കേണ്ടി വന്നത്. നിങ്ങൾ പറയൂ, സർക്കാർ മറ്റെന്ത് ചെയ്യണമായിരുന്നു? ഇതൊരു കൃത്യമായ നടപടിയല്ലേ എടുത്തത്? ഇവിടെ ഒരു മതത്തിന്റെ പേരിലേക്ക് മാത്രം അവിടെ ചുരുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മുസ്ലിം മതം മാത്രമല്ല, പല മതങ്ങളും അതിലുണ്ട്. പക്ഷെ മുസ്ലിം മതവിഭാഗത്തിന്റെ പേരിലേക്ക് മാത്രം ഇത് കൊണ്ടുവന്ന് ഒരു വർഗീയ പ്രചാരണത്തിന് തുടക്കമിട്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു, മുസ്ലിങ്ങളെ ഒന്നാകെ, മുസ്ലിങ്ങൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവരെ പുറത്താക്കി. ഇതൊരു വർഗീയ പ്രചാരണമല്ലേ? ഇതൊരു വർഗീയത ലക്ഷ്യമിട്ടുള്ള പ്രചാരണമല്ലേ? ഇവിടത്തെ ആളുകളും കർണാടകയിലെ ജനങ്ങളും തമ്മിൽ വർഗീയമായി വിഭജിക്കുന്ന ഒരു പ്രതികരണമല്ലേ മുഖ്യമന്ത്രി നടത്തിയത്? അതിനോടനുബന്ധിച്ച് റഹീമും അതുപോലെ തന്നെ ജലീലും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയിട്ട് വലിയ ഷോ കാണിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിന് ശേഷമാണ് ദേശീയ മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ വന്നത് എന്ന് പറയുന്നു. ഇത്തരം നുണകളൊക്കെ വിശ്വസിക്കാൻ വേണ്ടി ഇവിടെ കുറെ സഖാക്കളുമുണ്ട്. ഇപ്പോ തദ്ദേശ ഇലക്ഷനിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്ന CPM ഈ ന്യൂനപക്ഷത്തിന്റെ പിന്തുണ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാൻ വേണ്ടി ആവുന്നത്ര ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ ഒരു കുബുദ്ധി കൃത്യമായി ഇവർ പ്രയോഗിച്ചത്. സത്യസന്ധമായി പറഞ്ഞാൽ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഭൂമിയിൽ മതമായിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, വർണ്ണമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അനധികൃതമായി കുടിയേറി അവിടെ താമസിച്ച് സർക്കാർ പറയുന്ന ഒരു നിർദ്ദേശങ്ങളോടും ഒരു തരത്തിലും പ്രതികരിക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകളോട് നിയമത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോകണമെന്ന് കൃത്യമായി ഒരു ഗവൺമെന്റ് പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ മൂലമ്പിള്ളിയും ചെങ്ങറയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെ നടപ്പിലാക്കിയത് ആരുടെ കാലത്താണ്? ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്താണ് പള്ളിയിലൊക്കെ ആളുകളെ കുടിയൊഴിപ്പിച്ചത്. അതൊക്കെ മറന്നുകൊണ്ട് CPMന്റെ ഇരട്ടത്താപ്പ് നിലപാട് ഇവിടെ നമ്മൾ കാണുകയാണ്. എല്ലായിടത്തും ഈ തരത്തിൽ നിയമപരമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ മുസ്ലിം ജനവിഭാഗത്തിനെതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ചു നിർത്താനും മുസ്ലിങ്ങളെ ഭീതിയിലാക്കാനും ഭീതി വ്യാപാരികളായി ഇവിടുത്തെ CPM മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നഗ്നമായ സത്യം. പക്ഷേ കൃത്യമായി ശിവകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പിണറായിയെ എടുത്തിട്ട് അലക്കിയിരിക്കുന്നു. അതായത് ഇവരെല്ലാം ഇന്ത്യ മുന്നണിയാണല്ലോ. ഈ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ആളുകൾ പരസ്പരം പാരവെക്കുന്നതും ഇന്ത്യ മുന്നണിക്ക് തന്നെ ഈ അധികാരത്തിന് വേണ്ടി അവർ എന്തും ചെയ്യുമെന്നുള്ളതും അധികാരത്തിന് വേണ്ടി മാത്രമാണ് ഇവരുടെ മതേതരത്വം എന്നുള്ളതും ഒക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. മുസ്ലിം ജനവിഭാഗത്തോട് അവർക്കുള്ള സ്നേഹം യഥാർത്ഥത്തിലുള്ള സ്നേഹമല്ല എന്ന് പല തവണ തെളിയിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ വീണ്ടും വീണ്ടും ഇവിടെ കോൺഗ്രസിനെതിരെ ഒരു വികാരം ഉണ്ടാക്കി വരാൻ കോൺഗ്രസ് അർഹിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസ് ഈ തരത്തിൽ പല തവണ CPMനൊപ്പം ചേർന്നുകൊണ്ട് ഇവിടെ കള്ളപ്രചാരണം നടന്നതിൽ ഒന്നാമതായിരുന്നു കോൺഗ്രസ്. ഇനിയെങ്കിലും കോൺഗ്രസ് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് സത്യസന്ധമല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും ഇവിടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് അവിടെ കർണാടകയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അവിടെ ജലീലൊക്കെ പോയിട്ട് ഇത് ഗസയാണ്, ഭാരതത്തിന്റെ ഗസയാണ് കർണാടക എന്നൊക്കെ തള്ളി മറക്കുകയാണ്. ഇവിടെ ഒരു മതത്തിന്റെ പേരിലേക്ക് മാത്രം ചുരുക്കി അവിടെ കൃത്യമായി വർഗീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി CPMകാർ പോകുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. CPM ആണോ? അതുപോലെ തന്നെ BJPക്കെതിരെയൊക്കെ നിരന്തരമായി വർഗീയത പറയും, നമ്മൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയും. പക്ഷേ കൃത്യമായി കേരളത്തിൽ ഏറ്റവും വലിയ വർഗീയതയുടെ ഈറ്റില്ലമായി വർഗീയതയുടെ ആശാന്മാരായി ആരാണ് മാറിയതെന്ന് ചോദിച്ചാൽ അത് CPM ആണ് എന്ന കാര്യത്തിൽ പറയേണ്ടി വരും. അവരുടെ തരത്തിനനുസരിച്ച് അവർ മാറ്റി മാറ്റി വർഗീയത കളിക്കുന്നു എന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോ കർണാടകയിൽ സംഭവിച്ച യഥാർത്ഥ കാര്യങ്ങൾ പോലും പറയാതെയാണ് ആളുകളെ പറ്റിക്കുന്നത്. പല ആളുകളും ചോദിക്കുന്നത്, നിങ്ങൾ ഇത്തരത്തിലുള്ള നടപടി എടുക്കുന്നതിന് മുമ്പ് അവിടെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടുത്തെ സർക്കാർ ചെയ്തു കൊടുത്തിട്ടും അതിനോടൊന്നും സഹകരിക്കാതിരിക്കുന്ന ആളുകളോട് എന്താണ് അവിടുത്തെ ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന വലിയൊരു ചോദ്യമുണ്ട്. ആ ചോദ്യമൊന്നും നമ്മുടെ മലയാളത്തിലെ ഒരു മാധ്യമങ്ങളും പുറത്തുവിടുകയില്ല. കേരളത്തിലെ CPM പറയുന്ന കാര്യങ്ങൾ, CPMന്റെ നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ സത്യമെന്നോണം ഇവിടുത്തെ ചില മാധ്യമങ്ങൾ അതേപടി എടുത്തു കൊടുക്കും. സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് കരുതുന്ന ഒരു പറ്റം ആളുകളുണ്ട്. പക്ഷേ കൃത്യമായി KMCCയുടെയും മറ്റ് സംഘടനകളുടെയും ഒക്കെ പ്രവർത്തകർ ജലീലിനെയൊക്കെ തടഞ്ഞു നിർത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ഒപ്പം റഹീം എയറിൽ പോയതും നമ്മൾ കണ്ടതാണ്. ഒരു ഇംഗ്ലീഷ് ഭാഷ അറിയില്ല എന്നുള്ള ഒരു കാരണത്തിന്റെ പുറത്ത് ഒരാളെ വിമർശിക്കുന്നതിനോട് ഞാൻ വ്യക്തിപരമായി എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, റഹീമിനെ പോലൊരാൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ പരമ പുച്ഛത്തോടെ കാണുകയും അവരെ അപമാനിക്കുകയും അവരെ അങ്ങേയറ്റം പരിഹസിക്കുന്നതിന് നേതൃത്വം നൽകുന്ന സൈബർ ഇടങ്ങൾക്ക് നേതാക്കന്മാരാകുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ റഹീമിനൊക്കെ ഇങ്ങനെ
ട്രോൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. റഹീം ഇപ്പോഴും എയറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, താഴേക്ക് ഇറങ്ങിയിട്ടില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ വിക്ക് കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അതിനെ പരിഹസിച്ച് വലിയ തരത്തിൽ ട്രോൾ ചെയ്ത ആളുകളാണ് ഇവിടുത്തെ സഖാക്കൾ എന്ന് പറയുന്നത്. അവർക്ക് തിരിച്ചു കിട്ടുമ്പോൾ അവർക്ക് വലിയ തരത്തിൽ പൊള്ളലാണ്. എന്നിട്ട് റഹീം പറയുകയാണ്, എന്റെ ഭാഷയൊക്കെ പ്രശ്നമായിരിക്കും, ഞാൻ പറയുന്ന കാര്യം വളരെ ശരിയാണ്. എന്താണ് പറയുന്നത്? നിയമവിരുദ്ധമായ ഒരു സ്ഥലത്ത് കയറിക്കൂടി അവിടെയുള്ള സർക്കാർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ, സർക്കാർ അങ്ങേയറ്റം കാല് പിടിച്ചിട്ട് പോലും നിൽക്കാതെ അവിടെ നിന്ന് അവസാനം നടപടി എടുക്കേണ്ടി വന്നവരോട് അവിടെ മതത്തിന്റെ പേരിലേക്ക് ആക്കി മാറ്റി, അതിലൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി, വിഭജനം ഉണ്ടാക്കി, അവിടെ വോട്ട് തട്ടാം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടാമെന്ന് പറയുന്ന റഹീമിനെ പോലുള്ള ആളുകളാണോ മതനിരപേക്ഷ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളെന്ന് പുച്ഛത്തോടെ ചോദിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്.